പത്തനംതിട്ടയിൽ ആംബുലൻസ് കെ.എസ്.ആർ.ടി.സി ബസ്സുമായി കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. കലഞ്ഞൂരിലാണ് അപകടം. പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എങ്ങനെയാണ് അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? സ്മൃതി, പത്തനംതിട്ട കലഞ്ഞൂരിലാണ് കെ.എസ്.ആർ.ടി.സി ബസ്സും ആംബുലൻസും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. ആംബുലൻസ് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും ഈ ആംബുലൻസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ 4 പേരുണ്ടായിരുന്നു. ഒരു രോഗിയടക്കം 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു വളവാണുള്ളത്. ഈ കലഞ്ഞൂർ സ്കൂളിന് മുൻവശം പുള്ളൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണിത്. അതിൻ്റെ മുൻവശത്ത്, ഈ സ്കൂളിൻ്റെ മുൻവശം ഒരു വളവുണ്ട്. ആ വളവിൽ വെച്ച് ആംബുലൻസ് നിയന്ത്രണം വിട്ട് നേരെ എതിർവശത്ത് നിന്ന് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. കെ.എസ്.ആർ.ടി.സി ബസ്സിൻ്റെ മുൻവശം നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം. അത് മുൻവശം തകർന്നിട്ടുണ്ട്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയടക്കം 4 പേരുണ്ടായിരുന്നു. അതിൽ ആംബുലൻസ് ഡ്രൈവർ, അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്, വിപിൻ എന്നാണ് പേര്. ഈ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ വിപിന് പരിക്കൽപ്പം ഗുരുതരമാണ്. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിപിനെ കൊണ്ടുപോയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ ഏതാനും പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്കും ഈ ബസ് കൂട്ടിയുടെ ആഘാതത്തിൽ മുൻവശത്തെ കമ്പികളിലൊക്കെ തലയും നെറ്റിയൊക്കെ ചെന്ന് ഇടിച്ചാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ ഡ്രൈവറുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർക്കും ഇവിടെ വലിയ പരാതിയാണുള്ളത്. ഈ റോഡിന്റെ ഈ വളവ് സംബന്ധിച്ചുള്ള ഒരു പരാതി. ശരി, പ്രവീൺ പുരുഷോത്തമൻ.